Happy New Year. Happy New Year. Happy New Year. Very good. ഓ വലിയ ഉപകാരം വന്നതിന് ഇത്ര നേരമായിട്ട് ജയശ്രീ ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ കൂടുതലൊന്നും പറയണില്ല, വിശേഷങ്ങളൊന്നും പറയാൻ നിൽക്കുന്നില്ല. നമ്മൾ കടയിലേക്ക് പോവാണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്ന് ഫുള്ളൊരു വീഡിയോ ഇട്ടുണ്ട്. ന്യൂ ഇയറിൻ്റെ എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക. ഓക്കെ, എൻ്റെ വീട്ടുവിശേഷം ഒന്നും പറയില്ല. എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ പുതുവത്സരത്തിൽ ഞാൻ പറയുകയാണ്. സമയം ഇപ്പം 9:45. എല്ലാവർക്കും നല്ല ഡേ അല്ലായിരുന്നു എന്ന്. നമുക്കും നല്ല ദിവസമായിരുന്നു. ഇനി എല്ലാ ദിവസങ്ങളും നമുക്ക് നല്ല സന്തോഷങ്ങളായിരിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കഥയിലേക്ക് പോവാം. നമ്മളെ കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ തന്നിട്ടാണ് നമ്മൾ കഥയിലേക്ക് പോകുന്നത് കേട്ടോ. ലവ് യു മക്കളെ, ഉമ്മ ചക്കരമ്മ കേട്ടോ. അപ്പോൾ നമ്മൾ കഥയിലേക്ക് പോകാൻ നമ്മളെ ശാലിനും സാബുമോനും പിന്നെ മോനുട്ടനും കാർത്തികയും അങ്ങനെ ഇവർ മൂന്നാളും ടൗണിലേക്കുള്ള ബസ് വന്ന് ബസ് കയറി ടൗണിലെത്തിയപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിൽ പോയി. പിന്നെ സാബു അറിയാൻ വരാം, മോണ്ടിൻ്റെ കൈയും പിടിച്ച് അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. ചെന്നിട്ട് അവിടുന്ന് പിന്നെ ഏത് ബസ്സാണ് നോക്കണേ, എങ്ങോട്ടാണ് പോണേ എന്നൊക്കെ ചോദിച്ച് ശാലിനി കൈ പിടിച്ച് ചെല്ലും. അവർ എൻ്റെ പിന്നെ വന്നാൽ മതി എന്നറിയും. അങ്ങനെ അവർ കണ്ണൂർ ബസ്. അപ്പോഴേക്കും ഇതെന്താ സാബു പിടിച്ചേക്കും, കണ്ണൂരേക്കൊക്കെ വൈകുന്നേരം ആകുമ്പത്തിന് എത്തൂല സാബു. അവർ എത്തടി, എത്താണ്ട ഇവിടെ പോകാൻ. നമ്മൾ രാവിലെ പോകുന്നില്ലേ, ഈ കയറി എവിടേക്കാണ് ഞാൻ പറഞ്ഞു തരാറ്. അങ്ങനെ ആ ബസ്സിൽ കയറി നല്ല വലിയ സീറ്റായിരിക്കട്ടോ. അങ്ങനെ സാബുവും ശാലിനിയും പിന്നെ മോൻറ്റനും കാർത്തികയും, മോൻറ്റനും കാർത്തികയും ഒരു സീറ്റിലിരിക്കും, സാബുവും പിന്നെ ശാലിനി ഒരു സീറ്റിലിരിക്കും. അങ്ങനെ എങ്ങോട്ടാ അപ്പോൾ കാർത്തിക ബാക്കിൽ നിൽക്കും, പിന്നെ കാർത്തികയൊക്കെ മുമ്പിലേക്ക് ഇരിക്കുന്നു, ഇവർ ബാക്കിലേക്ക് ഇരിക്കുന്നു. ബാക്കിലല്ല, തൊട്ട ബാക്കിൽ തന്നെ ഇരിക്കും. സാബു എങ്ങോട്ടാ പറയും, നമുക്കൊരു ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവാം, നല്ല കാര്യങ്ങളൊക്കെ നടന്നതല്ലേ, പിന്നെ അവിടെയും കൂടി ഒന്ന് പോവാം. എവിടെയാ പറയേ, നമ്മൾ മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് പോവാണ്. വൈകുന്നേരത്തിന് എത്തുമോ സാബു? എത്തുന്നേ, നമ്മളെ മുത്തപ്പ എത്തിക്കും. അപ്പോൾ ഷാബു ഭയങ്കര ദൈവവിശ്വാസിയാണോ? പിന്നെ കാർത്തികയ്ക്കും അവർ ആര് പറഞ്ഞ് ഞാൻ വിശ്വാസിയല്ലാന്ന്? എനിക്ക് ദൈവത്തിനൊക്കെ വിശ്വാസമാണ്. അതല്ലേ ശാലിനിയും കൊണ്ടുപോയി ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി മോതിരി ഇടിച്ചല്ലേ, എനിക്ക് അവിടെ ആ കുളക്കടവ് നട്ടിട്ട് കൊടുത്താൽ പോരെ. പിന്നെ എന്നിട്ടിപ്പോൾ അവിടേക്കാണ് പോണേ. അവിടേക്കാണ് പോണേ. അപ്പം മോൻ്റെ പറയും, സാപ്പിട്ട് ഞങ്ങൾ പിക്നിക്കിന് പറഞ്ഞിട്ട് മുത്തപ്പസ്വാമീൻ്റെ അടുത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, ഇങ്ങനെയാണ് നമ്മൾ വരില്ലേ അപ്പം മോൻറ്റ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പിക്നിക്കൊന്നല്ല വലുതെന്ന് പറയും. ഒന്ന് പോ സാബട്ട, ചടച്ച് മനുഷ്യനെ ചടപ്പിച്ച് കളഞ്ഞ്. എടാ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാടാ ബസ്സിലിരുന്നാൽ എന്നൊക്കെ പറയും. നമുക്ക് പലതും കാണാണ്ട് ഒക്കെ നടന്നാൽ തന്നെ ചെക്ക പറയണേ, എന്താടാ ഈ അങ്ങനെയൊക്കെ പറയണത്, ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ അങ്ങനെയൊന്നും പറയും. ശാലിനൊന്നും മിണ്ടാണ്ട് സ്വാമി കതിരേശിക്കാന്ന് പറഞ്ഞാൽ മൂലയിലിരിക്കും. എന്താ ഒക്കെ അറിയാം. പിന്നെ ഈ രാവിലെ പോയിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പത്തിന് ഇവിടെ എത്തുമെന്നുള്ള ആദ്യമാണ്. ഇത് കളത്തരത്തിൽ പോകുന്നല്ലോ, സ്കൂളിലട്ടം പോയി ചോദിച്ചാൽ കഴിഞ്ഞ കഥ. അങ്ങനെ ഒരു ടൂറൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അടീൻ്റെ പൂരമായിരിക്കും. ഒരു അടീൻ്റെ പൂര ആണോ എന്താ സംഭവിക്കാന്നൊന്നും അറിയില്ല. ആദ്യം വ്യാധി വയ്ക്കും ഓക്ക്. അപ്പം പിന്നെ മോൻ്റെ മിണ്ടല്ലടാ, സമാധാനമായിട്ടിരിക്കുക, എൻ്റെ ഏച്ചിനൊന്നും സമാധാനപ്പെടുത്തിട്ടാറ്. അങ്ങനെ സാബു അവളടുത്തേക്ക് ഇരുന്നിട്ട് തോൾക്ക് ഇവിടെ കയറ്റിട്ട്, മോളെ എന്താ സങ്കടപ്പെടുന്നു സാബു, എവിടെ എന്നെ കൂട്ടിക്കൊണ്ടായാൽ ഒരു വൈകുന്നേരം 5 മണിയാകുമ്പോൾ എന്നെ വീട്ടിലെത്തിക്കണം. എത്തടി, നമ്മളിപ്പോൾ 9:30 ആകുമ്പോഴത്തേന് നമ്മളെ പിന്നെ ബസ് സ്റ്റാൻഡിലെത്തി. നമ്മൾ ബസ് കയറി നമ്മളവിടെ എത്തണേ, നമ്മളവിടെ മുത്തപ്പനെത്തിക്കും. എത്തി നമ്മൾ തിരിച്ചു വിടുക. ആ സമയമാകുമ്പത്തേനെത്തും. പോരെ, അണക്കത് പോരെ. അപ്പോൾ സാബു നമുക്ക് മുത്തപ്പൻ കാവിലൊക്കെ പിന്നെ പോകും സാബു, ഇവിടെ എവിടെയെങ്കിലും പോവിടാ, എന്നെ കൊലക്കി കൊടുക്കല്ലടാ സാബു. ഈ സാബു ഈ മോതിരിട്ട് അന്ന് തൊട്ടേക്ക് സങ്കടങ്ങളാണ്, വിഷമങ്ങൾ അങ്ങനെ പറയില്ലേ
ശാലിനി, നമ്മൾ നല്ല ഐശ്വര്യമായിട്ടിട്ട മോതിരല്ലേ, പിന്നെ ഈ എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നത്? കണ്ടിലിപ്പോൾ സങ്കടങ്ങളല്ലേ. വേറെ എടുത്ത് എവിടെയെങ്കിലാണ് നമ്മൾ സന്തോഷമായിട്ട് പോയി വന്നിട്ട് പിന്നെ ഒരു 5 മണിയാകുമ്പോൾ വീട്ടിലെത്തി എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാബു ഇത്ര ദൂരത്തേക്കൊന്ന് കൂട്ടിയിട്ട് പോവല്ലേടാ നിറഞ്ഞു കണ്ടോളൂ അവൻ്റെ തോളിൽ കിടന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ ഇവനാണെന്നിൻ്റെ ഒക്കെ റിസ്ക് പിടിച്ചല്ലാണ്ട് എടുക്കൂല. അപ്പോൾ പിന്നെ സാബു പറയും, ശാലിനി അവിടെ പിന്നെ പല കാര്യങ്ങളും കാണാണ്ട് അതൊക്കെ മോൻറ്റിന് കാട്ടിക്കൊടുക്കാച്ച് വേണ്ട സാബുമ്പക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ സാബുമ്പ് പറയും, നമ്മൾ മുന്നോട്ട് വെച്ച കാര്യം പിന്നോട്ട് വെക്കലില്ലേ ശാലിനി, നമ്മൾ ഇന്ന് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്കാണ് പോകണം, അത് പോവുകയെന്നെ ചെയ്യുന്നത്. പിന്നെ ഓള് ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. അങ്ങനെയൊക്കെ ഒരു സമാധാനമില്ല. അങ്ങനെ ഓള് സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഒഴുക്കും. അപ്പോൾ സാബുയ്ക്കും എൻ്റെ കൂടെ വന്നിട്ട് കരയാനാ വന്നത്, എന്നെ ഇറങ്ങിക്കോ, വീട്ടിൽ കൊണ്ടാക്കി തരാം, ചെല്ലി ഇറങ്ങിക്കോ, മുത്തപ്പൻ്റെ അടുത്തും പോകണ്ട, എവിടെയും പോകണ്ട. അപ്പോൾ അവിടുന്ന് മുന്നിൽ നിന്ന് പിന്നെ കാർത്തിക തിരിഞ്ഞ് നോക്കുമ്പോൾ ശാലിനി കരയിക്കും. അപ്പോൾ കാർത്തിക ഒന്നും മിണ്ടാണ്ടി ഇരുന്നിട്ട് പിന്നെ കാർത്തിക മെല്ലെ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറയും, സാബു എന്താ കാർത്തിക ടീച്ചറെ, കാർത്തിക ടീച്ചർക്കും പോകണ്ടെന്നാണോ? പോകണ്ടെന്നല്ല, കണ്ണൂർ വരെയൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ നമുക്ക് ആ സമയത്തേക്ക് പറ്റിയില്ലെങ്കിൽ സാബു, ഞാനൊരു കല്യാണം ഉറപ്പിച്ച പെണ്ണാണ്, കല്യാണ വീട്ടിലുള്ള പിന്നെ വീട്ടുകാരെയാണ് ഞാൻ വഞ്ചിക്കുന്നത്, കൂട്ടി നിൽക്കുന്നത്, പിന്നെ എൻ്റെ കല്യാണം മുടങ്ങി പോകും സാബു. ആ കേട്ട പഠന സാബുന് വിഷമാവും. അപ്പോൾ സാബു പറയാം, വിഷമിക്കേണ്ട ടീച്ചർ, നമുക്ക് കുറച്ചൊരു ദൂരം പോയിട്ട് നമുക്ക് അവിടെ ഇറങ്ങാം, നല്ല സ്ഥലം നോക്കിയിട്ട് ഇറങ്ങാം, നമുക്ക് നല്ല ഫുഡൊക്കെ കിട്ടണേ നല്ലൊരു പാർക്ക് പോലത്തെ ഒക്കെ സ്ഥലം നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാം, എന്നിട്ട് അവിടെ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചിട്ട് ഒരു 3:30-4 നിങ്ങളെ വീട്ടിലെത്തിച്ചേരാം. അപ്പോഴേക്കും ശാലിക്ക് സമാധാനം, ആ സൗന്യ മുത്തപ്പൻ്റെ അടുത്ത് നമുക്ക് പിന്നെ പോവാടാ, നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് പോവാടാ, ഈ മിണ്ടണ്ട, ഞാൻ മുത്തപ്പൻ്റെ അടുത്ത് ഇനി കൊണ്ടുപോവേ ഇല്ല. അങ്ങനെ ഒക്കെ സന്തോഷമായിട്ടാണ്. അങ്ങനെ മോൻറ്റനും ഹാപ്പി. കാരണം വെച്ചാൽ ഓന് ദൈവസ്ഥലത്തേക്ക് പറഞ്ഞപ്പോൾ ഓൻ്റെ ഇതൊക്കെ ഓൻ വല്ല ബീച്ചിലൊക്കെ പോയി കുറച്ച് കറങ്ങി വെള്ളത്തിലൊക്കെ കളിച്ച് മതിക്കുക, അങ്ങനെയൊക്കെയൊരു മൂഡായിട്ടാണ് നമ്മളെ മോൻറ്റ വന്നത്. മോൻറ്റനാണ് എൻ്റെ കടപ്പുറം പോയിട്ടൊക്കെ പിന്നെ വെള്ളത്തിൽ അമ്മാനിടാനൊക്കെ ഭയങ്കര ആഗ്രഹവും പൂതിയാണ്. അങ്ങനെ ആ കാർത്തിക ടീച്ചർ ആ വാക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞു തറച്ചു. ശരിയാണ്, നമ്മൾ ഇത്ര റിസ്ക് എടുക്കാൻ പാടില്ല, ടീച്ചറെ ഭാവി വെച്ചിട്ട് പിന്നെ കളിക്കാൻ പാടില്ല അവന് തോന്നുക. അങ്ങനെ പിന്നെ ശാലിന് സാബുവിൻ്റെ കൈയൊക്കെ കെട്ടിപ്പിടിച്ച് അവർ വേണ്ട വിട്ടാളെ, ഈ ഇത്ര നേരം കറിയല്ലേന് അവർ എന്താ സാബു ഈ പറഞ്ഞ് മനസ്സിലാക്ക്, എനിക്ക് അതുകൊണ്ടല്ലേ ഒന്നും പറയണ്ട, ഈ എന്നോട് പറഞ്ഞില്ലേ മോതിരിട്ട് അന്ന് തൊട്ട് എനിക്ക് സങ്കടവും കണ്ണീരാണെന്ന്, ഈ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാനല്ലേ അത് ഇട്ടുന്നത്, ആടാ ഈ എൻ്റെ ഹൃദയമല്ലേ, നീയാണ് എനിക്ക് ഇട്ടുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് സങ്കടം ഉണ്ടാവാൻ പാടില്ല, ഞാൻ വിഷമിച്ചു പോയില്ലേ, വിഷമിച്ച് ഇനിയൊന്നും പറയണ്ട, ഇനി കിനാരും പിന്നാരും ഒന്നും പറയണ്ട, വേണം കാർത്തിക ടീച്ചർ എടുത്ത് പോയിരുന്നു, മോട്ട അവിടെ വന്നിരിക്കട്ടെ, വേണ്ട ഞാൻ എൻ്റെ സാബുവിൻ്റെ അടുത്തേ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എടുത്തേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ അരേൻ്റെ ഉള്ളിൽ കൂടെ കെട്ടിപ്പിടിച്ചിട്ട് കോള് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവിടെ കിടന്നിട്ട് കോള് വയ്ക്കും, സാബു ഇന്ന് പോവും, അന്ന് രാത്രി പോവും, എടാ അന്ന് രാത്രി പോകണ്ടടാ, പിന്നെ നാളെ പോവാം, നാളെ ഞാൻ പോവാം, ഇന്ന് രാത്രി പോകണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ കട്ടിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങട്ടെ, അതിന് സമ്മതിക്കുമോ? എന്നാൽ സാബു നിൽക്കാം. അയ്യടാ തന്നെ ഞാൻ അതന്നെ അന്ന് സമ്മതിച്ചെന്നെ, പിന്നെ അന്ന് ഈ സമ്മതിച്ചതാ, ഞാൻ മോട്ടെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നല്ലേ, അത് ഞാൻ കരഞ്ഞിട്ടല്ലേ, അതെന്നെ സ്വാമിജി പറഞ്ഞിട്ടല്ലേ, നമ്മൾ അന്നത്തെ ദിവസം ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ എൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വായിപ്പിക്കില്ല എന്നെ സാബുവിനെ എന്നൊക്കെ പറയാം. അപ്പോൾ അതെ, അപ്പം എന്നോട് ഇത്രയ്ക്ക് സ്നേഹമൊന്നുമില്ല, സ്നേഹമല്ലായിട്ടല്ല സാബു, അതൊക്കെ ഭയങ്കര എന്നാലേക്ക് എത്ര തീ തിന്നക്കണം, മുപ്പതി നല്ല ഉറക്കമില്ലേ ഞാൻ. അപ്പോൾ പറയാം സാബുയൊക്കെ നോക്കാൻ വലിച്ചിട്ട് എനിക്ക് പേടിയാവും, എൻ്റെ ഏട്ടന്മാർ കേക്ക് വെച്ച് അച്ഛനീച്ച് പോയതല്ലേ, അച്ഛൻ്റെ കുറുക്കവലി എൻ്റെ കുറുക്കവലിയും കൂടി നല്ല ഈണത്തിൽ പോയപ്പോൾ ആരും അറിഞ്ഞില്ല, ഇനി അച്ഛൻ്റെ ആണെന്ന് വിചാരിച്ച് അങ്ങനെ ഓരോരോ കളിയും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നല്ലൊരു സ്ഥലത്തിപ്പോൾ ഒരാളോട് ചോദിച്ചു പറഞ്ഞു, അവിടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ഹോട്ടലുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ പാർക്കുണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുക്കും, അവിടെ പോയിട്ട് പിന്നെ ബീച്ചുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ഇതാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി
പിന്നെ അങ്ങനെ അവരവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മസാല ദോശയും ചായയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ബീച്ചിലേക്ക് അവർ പോയി. ബീച്ചിൽ പോയി അവിടെ ബീച്ചിൽ തന്നെ പാർക്ക് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കുന്ന സംഭവങ്ങളുണ്ട്. അതിലൊക്കെ തിമിർത്ത മാനടി അങ്ങനെ ഇവർ രണ്ടാളും ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കാർത്തികയും ഓരോ കൂടെ ഇരിക്കും. പിന്നെ കാർത്തികേൻ്റെ കൂടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നേരം വൈകരുത്, വേഗം പോകണം എന്നൊക്കെ പറയും. നമുക്ക് വേഗമൊക്കെ പോവാറ്. അങ്ങനെ അവൻ പറയും ഈ ഒരു ദിവസം ഫുള്ള് എനിക്ക് പിന്നെ തന്നേന് കാർത്തിക ടീച്ചറോടും ഞാൻ നന്ദി പറയാണ്. അയ്യോ എന്നോട് എന്തിന് ഇങ്ങനെ തീരുമാനിച്ചല്ല, എന്നാലും കാർത്തിക ടീച്ചർ കൂടെ വന്നില്ല ഞങ്ങളെ. കാർത്തിക ടീച്ചർ ഞങ്ങൾക്കൊരു ധൈര്യമാണ്, ഇവൾക്കും ഒരു ധൈര്യമാണ്. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ ധൈര്യത്തിൻ്റെ ഇതൊന്നും ഇല്ലയെന്ന് പറയാം. ഓ ഷാബു ഭയങ്കര ധൈര്യശാലിയാണല്ലോ. അപ്പോൾ പറയാം ഞാൻ ധൈര്യശാലിയാണ്, എൻ്റെ തലയിൽ കൈയൊക്കെ വെച്ച് സത്യം ചെയ്തതാണ്, അതുകൊണ്ട് അത് അടങ്ങി നിന്നോളി, ചെക്കന്മാരെ വൈക്കൊന്നും പോകണ്ട, ചെക്കന്മാരെ തോണ്ടിയാൽ പിന്നെ എനിക്ക് ഓരോ ഞാൻ സമാധാനം ഉണ്ടാവില്ല, പിന്നെ ചെക്കന്മാരുള്ള ഭാഗത്തേക്കൊന്നും പോകണ്ട, പിന്നെ ഞാൻ ഓരോ ശാലിനിൻ്റെ തലയിൽ കൈ വെച്ച് സത്യം ഇട്ടതൊക്കെ ഉണ്ട് മറന്നു പോകുന്നൊക്കെ പറയും. അപ്പോൾ ശാലിനി അവൻ്റെ കൈ പിടിച്ചിട്ട് പറയും എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തത് മറന്നു സാബു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇല്ലടി ഞാൻ എന്നെ മറന്ന് ഇനി ജീവിക്കില്ല ശാലിനി, അതെനിക്കറിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ആ ബൈക്ക് അങ്ങനെ അരും ഇന്നെ ചേർന്ന് നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞത്. അവിടെ ആണുങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇവരത് കഴിഞ്ഞ് ചോളം കുറേ കളിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി. നല്ല ഭക്ഷണവും ചിക്കൻ പൊരിച്ചതും കോഴിക്കാലും ഒന്നും പറയണ്ട, നീളത്ത് പൊരിച്ചതും എങ്ങനെ ചോറും എല്ലാം ഒരു മേടിച്ച് അങ്ങനെ തിന്നുമ്പോൾ ഇവർ നേരത്തെ ഒരു 3:30-4 ആകുമ്പോഴത്തേനും അവിടെ എത്തുന്ന വിധത്തിൽ എത്തിക്കണേ കാർത്തിക സാബിനോട് പറയും. അതൊക്കെ ശരി നമുക്ക് പോവാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ശാലിനി എത്തിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മോറ്റം പറയും വീട്ടിൽ നിന്ന് പിടിച്ചാൽ ഞങ്ങളെ പുറത്തൊക്കെ സാബേട്ട. അപ്പോൾ എന്ത് ചെയ്യുമോ സാബേട്ട, ഇനി ഏച്ചിനെ സാബേട്ടൻ കൂട്ടിക്കൊണ്ടുപോകും. ഞാനെന്താ ചെയ്യുക സാബേട്ട? ഈ എന്ത് ചെയ്യാനാടാ? അന്ന് എൻ്റെ ഏച്ചിനെയൊക്കെ നമ്മൾ കൊണ്ടുപോകും. എങ്ങോട്ട്? ദുബായിക്ക്. അപ്പോൾ ചെക്ക പറയും ഒരു ദുബായിക്കാരൻ വന്നിട്ട് വരെ ദുബായിലെത്തിയില്ല, അന്നെങ്ങനെ പറയും ദുബായ് എന്ന് പറയും. അപ്പോൾ പിന്നെ കാർത്തിക അറിയും ഓരോ ദുബായിലേക്ക് ഉണ്ടാവും, ഞാനെന്ത് ചെയ്യും? അവർ ടീച്ചർ എന്ത് ചെയ്യാനാണ്? ടീച്ചറെ വീട്ടുകാർ ഒഴിവാക്കൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾ പറയണ മാതിരി ഒന്നും നടക്കില്ല. നമ്മൾ 4:30 ആകുമ്പത്തിന് അവിടെ എത്തുകയും ചെയ്യും, നമ്മൾ പിടിക്കപ്പെടില്ല, പോരാ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചോറ് തിന്ന പടം നമുക്ക് ബസ് കയറിയിട്ട് തിരിച്ചു പോവാം. ഒരു 2:30-3 ആകുമ്പത്തിന് അവിടെ എത്തും. അപ്പോൾ അങ്ങോട്ട് പറയാം പറ്റില്ല, നമുക്ക് കുറച്ചത് അവിടെയുള്ള പിന്നെ ഇങ്ങനെ നല്ല മൃഗശാലയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടേക്ക് ഒന്ന് പോകാൻ അറിഞ്ഞില്ലേ സമയത്ത് നമുക്ക് അതൊക്കെ ഒന്ന് കാണണമെന്ന് പറയും. എന്നാൽ ശരി നമുക്ക് അതൊക്കെ കണ്ടാളതാറ്. അങ്ങനെ ഒരു ചോറൊക്കെ തിന്നു. പിന്നെ ഈ ശാലിനി ഒന്നും തിന്നൂല കേട്ടോ. അപ്പോൾ കാർത്തികൊക്കെ തിന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ശാലിനി എന്താ തിന്നാത്തെ? ശാലിനി അപ്പോൾ ഓളെ കാർത്തിക അറിയും ഞാൻ വാരി തന്നടി, ഇവളെങ്ങനെ തന്നെയോ സ്കൂളിൽ നിന്നൊക്കെ ഞാൻ വാരി കൊടുക്കുക സബ് 2-3 പിടി തിന്നാൽ അവൾക്ക് വേണ്ട. അപ്പോൾ ഓൻ്റെ അടുത്തേക്ക് ഓളിരിക്കണേ. അപ്പോൾ ചോദിക്കും എന്തടി വാവേ തിന്നാത്ത്? ഈ തിന്നണ്ടേ, ഈ തിന്നാലല്ലടി വല്ല പറഞ്ഞു, ഈ തിന്നാലല്ലടി നമുക്ക് നല്ലൊരു പവർഫുള്ളായ കുഞ്ഞൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചിരിക്കും. എന്താ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയണേ? അല്ല ഇനിയിപ്പോൾ കുഞ്ഞ് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കണ്ടേ, അതിനിപ്പം എവിടെയാണ് കുഞ്ഞ് ജനിക്കാൻ പോണേ? അപ്പം പറയും ഇന്നലെ നമ്മളൊപ്പരല്ല ഉറങ്ങിയത്, അത് പോകൂ ഒപ്പര ഉറങ്ങുമ്പോഴത്തേന് കുഞ്ഞാവില്ല, ഞാനൊന്ന് പൊട്ടത്തിയാണ്. അപ്പോൾ ഒരു നല്ല ചിരിയിരിക്കും. പറയും അല്ലടി ഇപ്പോഴേ തിന്ന് നല്ല ആരോഗ്യമൊക്കെ ആവണം, നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഉണ്ണേട്ട വന്നിട്ടോ. അപ്പോഴേക്കും നമ്മൾ ഉണ്ണേട്ട വന്നിട്ടോ. അപ്പോൾ പിന്നെ ഉണ്ണേട്ടനുള്ള ഫുഡ് എടുത്തക്കലും പിന്നെ ചിക്കനൊന്നുമില്ല ഇനി. അപ്പം 2 മുട്ടയൊക്കെ പൊരിച്ച് ബിരിയാണി എണ്ണ ചൂടാക്കി അങ്ങനെ കൊടുത്ത് പിന്നെ ഉണ്ണേട്ടൻ മേലൊക്കെ കഴുകി താടി മുടിയൊക്കെ കട്ട് ചെയ്ത് വന്നിട്ട് അപ്പോൾ അവിടുന്ന് കറുപ്പിക്കില്ല കേട്ടോ. അപ്പോൾ ഒരു ഷാമ്പു കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഞാൻ കലക്കിയിട്ട് ഞാൻ തന്നെ ബ്രഷ് ഇട്ട് ഇങ്ങോട്ട് ഇതാക്കി കൊടുക്കും. അപ്പോൾ ആ സമയങ്ങളൊക്കെ ആയിപ്പോയി ഇപ്പം ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാൻ ബാക്കി കൂടി കഥ പറയാച്ച് അങ്ങനെ അവർ ചോറ് കഴിക്കല്ലേ, ചോറ് കഴിച്ച് അങ്ങനെ അവർ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് പിന്നെ മുറ്റം പറയും ഒരു ദുബായിക്കാരൻ വന്നിക്കണമെന്നൊക്കെ പറയും. അങ്ങനെ കാർത്തിക പറയും നമ്മളെന്ത് ചെയ്യും എന്നൊക്കെ പറയും കാർത്തിക ടീച്ചർ അങ്ങനെയൊന്നും നമ്മളങ്ങനെയൊന്നും പിടിക്കപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എവിടെ എത്തി എന്നുള്ളത് നോക്കിയില്ല. അതാണ് ഇങ്ങനെ അവർ
ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി പിന്നെ ശാലിനി അക്കത്തേലേക്ക് കഴിക്കാം. അതിന് സാബു നോക്കിയിട്ട് അങ്ങനെ അവളെ പ്ലേറ്റുള്ള ബാക്കിയൊക്കെ ഓള് അവനിങ്ങനെ ഇട്ട് കൊടുക്കുക, ഇറച്ചി ഇതൊക്കെ പെറുക്കിയിട്ട് കൊടുത്ത് അങ്ങനെ ഒക്കെ തിന്ന്. അപ്പോൾ ഒരു നീച്ച് പോയാൻ പറയും, എടി ഇങ്ങനെയൊന്നും ആവരുത് ശാലിനി, കുറച്ച് ആരോഗ്യമൊക്കെ വേണം, ആരോഗ്യമുള്ളൊരു പുരുഷൻ്റെ ഭാര്യ ആവാനുള്ള എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ അപ്പോൾ അറിയാം സാബുവിനോട് നേരത്തെ പറഞ്ഞ എന്താ കാർത്തിക കേട്ടാ എന്താ വിചാരിക്കുക, കാർത്തികൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇന്നലെ രാത്രി വന്ന് പറഞ്ഞില്ല എന്താ പറയാൻ, അതെന്താ സാബു എനിക്ക് സമാധാനമല്ലേ പറയാ, ഏട്ടത്തിയമ്മയല്ലേ എന്തായാലും ഏട്ടനെ ഏട്ടത്തിയമ്മ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അറിയാതെ ഏച്ചീൻ്റെ പിന്നെ കാർത്തികൻ്റെ ഏച്ചി എന്നൊക്കെ പറഞ്ഞു കേട്ടോ, കാർത്തികൻ്റെ വായന ഏട്ടനോട് പറഞ്ഞു പോയാലോ, അപ്പോൾ മോറ്റിന് ഞാനൊക്കെ തെറ്റുകാരാവില്ലേ, അതുകൊണ്ട് പറഞ്ഞില്ലേ നന്നായി. പിന്നെ ഞാനെന്താണ് നേരത്തെ പറഞ്ഞ്, നേരത്തെ ഒരുമിച്ച് കിടന്ന കുട്ടി പിന്നെ എന്താണ് ഈ കുട്ടീൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഞാനും അറിയാതെ ഒന്ന് കിടന്നു വെച്ച് കുട്ടിയാവുമെന്നൊക്കെ ചോദിച്ചു. അപ്പം പറയാം, എടി നല്ലൊരു ആരോഗ്യമുള്ള പുരുഷൻ എടുത്ത് കിടന്നാൽ മതി, അവൻ്റെ ഗന്ധം കാറ്റും തട്ടിയാൽ മതി, തട്ടിയാലേ കുട്ടിക്ക് അവിടെ ആര് പറഞ്ഞ് സത്യടി സബുവിനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കില്ല കേട്ടോ തന്നെടി. എനിക്ക് നല്ല പേടിയുണ്ട് സബു, അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നീ എന്ന പുരുഷൻ എടുത്ത് കിടന്നാലും അങ്ങനെ ഒരു ലോകത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവുക നീ എന്നൊരു പുരുഷൻ കിടന്ന എന്തായാലും സംഭവം നടക്കും. പിന്നെ ഒരു കാറ്റും പിന്നെ ഗന്ധമൊക്കെ തട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും നല്ല ചിരിയിരിക്കുക, ചിരിയോട് ചിരിക്കുക. ഇവർ കൈയാക്കി വരുമ്പോൾ ഇവർ രണ്ടാളും നല്ല പൊട്ടി ചിരിക്കുന്ന സംഭവം ശാലിനി. അപ്പോൾ കാർത്തിക എന്നിട്ട് ചിരിക്കാൻ എന്താ എത്രമാത്രം ചിരിക്കാൻ പറഞ്ഞേ, ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ടടി അവരൊന്നില്ലേ കാർത്തിക, അപ്പോൾ നിങ്ങൾക്ക് സീക്രട്ടൊക്കെ ഉണ്ട് അല്ലാതെ. അപ്പോൾ കാർത്തികക്ക് അത് അറിഞ്ഞേ പറ്റൂ, കാർത്തിക ടീച്ചർക്ക് അറിഞ്ഞ് നിർബന്ധം. അപ്പോൾ അവള് സാപ്പുവിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നെക്കി കൊടുക്കും പറയത് അവരെ. കാർത്തിക ടീച്ചർ ഞങ്ങളൊരു വേണ്ടാത്ത കാര്യം പറഞ്ഞതാണ്, അതിപ്പോൾ കാർത്തിക ടീച്ചറോട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കാർത്തികയ്ക്ക് എന്തോ വരും കേട്ടോ, മടിയായിപ്പോൾ കുറവായിപ്പോൾ. അപ്പോൾ അങ്ങനെ പോയി രണ്ടാളും കൂടി കൈ കഴുകാൻ പോയാൽ കൈ ഇങ്ങനെ ഓള് കഴുകിക്കുക. അപ്പോൾ സോപ്പിട്ട് കണ്ട് ഓളെ കൈ പിടിച്ചിങ്ങനെ കഴുകി കൊടുക്കും. അപ്പോൾ പിന്നെ നോക്കട്ടെ ഈ മോതിരം, അപ്പോൾ മോതിരക്കണേ പേര് കണ്ട, അപ്പോൾ ഒരു പേരില്ലല്ലോ, പേരിൻ്റെ ഇടയിൽ എവിടെ മോതിരൊന്ന് ഊരിയൊക്കെ. അപ്പോൾ തിരുമണ്ണൊക്കെ നോക്കും, അറിയാം ഊരടി. അപ്പോൾ ഞാൻ ഊരൂലത്, ഞാൻ ഇട്ടതല്ലേ ഞാൻ ഊരൂല. എടി ഞാനൊന്നും കൂടി ഇട്ടരടി ഊര്. അപ്പോൾ ഊരിയിട്ട് ഇതിൻ്റെ അടി ഉണ്ടാവില്ല ഉള്ളിൽ, ആ ഉള്ളിൽ സാബൂന്ന് കുത്തിയുണ്ട്. അങ്ങനെ മോതിരത്തിൻ്റെ റൗണ്ടിൻ്റെ നമ്മളെ വിരൽ നിൽക്കുന്ന ഇതിൻ്റെ ഉള്ളിലായിട്ട് സാബൂന്ന് എഴുതിയിട്ടുണ്ടാവും. കാണിച്ചു കൊടുക്കും. സാബു എൻ്റെ തല അങ്ങനെയൊക്കെ പോയാ. ഞാൻ പറഞ്ഞു അവർക്ക് ബുദ്ധിമുട്ടുണ്ടേനിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതാൻ, പിന്നെ എങ്ങനെയെങ്കിലും എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി തന്നതാണ്. ആണില്ലേ എങ്ങനെ ഇതിനെ കൊണ്ട് ആർക്കും പറ്റൂലല്ലേ. അപ്പം പറയും വളരെ ഇട്ടതാന്ന് പറയും. അപ്പം വേഗം മേടിച്ച് ഇട്ടെടുത്തിട്ട് ആ കൈക്ക് ഒരു ഉമ്മയും കിടക്കട്ടെ. അങ്ങനെ ഇവർ രണ്ടാളും ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് പോരും. അപ്പോൾ നമ്മൾ കഥ കുറേ സമയം ഉണ്ണിയിടാൻ വരും. അങ്ങനെ ഇവർ രണ്ടാളും കൂടി പുറത്തേക്ക് വന്നാൽ ഇവരും സാബു പൈസയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് നല്ല വയറൊക്കെ നിറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് കാർത്തികയും മോച്ചനും ശാലിനിയും സാബൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോരുമ്പോൾ ഒക്കെ കൈ പിടിച്ചിട്ടേക്ക് വരും കേട്ടോ. ടോം പറയടി ഇങ്ങനെ ഒരു നിമിഷങ്ങൾ ഇനിയുമ്പൊക്കെ എന്നാ 2 വർഷമൊക്കെ കഴിയേണ്ടി വരും എടി. അപ്പോൾ ആ സാബുക്ക് നല്ല സങ്കടമുണ്ട്. എടി ഇന്നലെ നമ്മൾ ഒരുമിച്ച് കിടന്നു, എനിക്ക് മോറ്റിനെ അങ്ങോട്ടാക്കി നിൻ്റെ അടുത്തേക്ക് കിടന്നോടെ എന്നിട്ട് അവൾ അറിയോ എൻ്റെ സാബു ഞാൻ നേരെ വെളുപ്പിച്ചിരിക്കുക ഉറങ്ങണ്ട. ഈ നല്ല ഉറക്കേനടി, ഈ ഉറങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഉറങ്ങിയത് എന്ന് പറയും. അങ്ങനെ ഓളെ ഉറങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഓക്ക് ആകെ സമാധാനം. അപ്പോൾ അറിയാം എനിക്ക് നല്ല സമാധാനം കിട്ടി. സാബു എടുത്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങൂലേയും. സാബിജി പറഞ്ഞില്ലേ നമ്മൾ ഒരുമിച്ച് നിന്നില്ലേ നമ്മൾ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ പിരിഞ്ഞു പോയാച്ചിരിക്കും സങ്കടേനി. അപ്പോൾ സാബുവിൻ്റെ റൂമിൽ കട്ടിൻ്റെ ചുട്ടിൽ എൻ്റെ മോൻ്റെ അപ്പുറം സാബുവിൻ്റെ അടുത്ത് ആ സമാധാനത്തിന് ഞാൻ ഉറങ്ങിപ്പോയതാടാ എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ മോറ്റന് പിന്നെ മൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ചിട്ട് മോട്ടെ നല്ല ഹാപ്പി ആയിട്ടോ എൻജോയ് ചെയ്ത്. പിന്നെ സാബേട്ടനും അവന് ഓരോ വർത്താനം പറയാനൊന്നും കിട്ടില്ല. കാരണം സാബേട്ടൻ ഫുൾ ടൈം ശാലിൻ്റെ കൂടെ തന്നെ, കാർത്തിക ടീച്ചർ കൂടി നിന്നിട്ടാണ് അത് കണ്ടതും ഓരോന്ന് പറഞ്ഞു കൊടുത്തതും കാർത്തികനൊക്കെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അവർ എന്നാൽ ഇനി മതി നമുക്ക് പോവാം സാർ പറയും, നമുക്ക് പോവാം ടീച്ചറെ പറയാം എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ
ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അങ്ങനെ ബസ് കയറി രണ്ടാളും ശാലിനി സാബു ഒരുമിച്ചിരുന്ന് കയ്യും പിടിച്ച് ഇങ്ങനെ കോർത്ത് പിടിച്ച് കട്ടി പിടിച്ചിട്ടായിരിക്കും കേട്ടോ. അത്രയും കുറച്ച് ലോങ് ദൂരമുണ്ട്. അങ്ങനെ ഇരുന്നിട്ടായിരിക്കട്ടോ അവർ വരിക. അപ്പോൾ വളരെ സാബുഞ്ഞി പിന്നെ അവിടെ നിന്ന് മാറി കയറണ്ട, അവിടെ എത്താനാകുമ്പോൾ വളരെ സാബുഞ്ഞി ഇപ്പോൾ എങ്ങനെയാ സീറ്റ് ഇട്ടതൊന്നും അറിയില്ലല്ലോ സാബു. ഇപ്പോൾ എത്താനായില്ലേ, സമയം ഇത്രയായി. അവൻ്റെ വാച്ച് നോക്കുമ്പോൾ ഒരു 3:30 ആയിട്ടുള്ളൂ അല്ലേ സാബു. സമാധാനത്തിൽ പോടി, അത് നമ്മൾ നേരെ വൈകിയാലാണ് എനിക്ക് സമാധാനക്കേടാൻ കാർത്തിക ടീച്ചറെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ മുറിവേറ്റയോ. കാർത്തിക ടീച്ചർ ജീവിതം വെച്ച് നമ്മൾ കളിക്കാൻ പാടിയിട്ട് കല്യാണം ഉറപ്പിച്ച് വേണ്ടാന്ന് പറഞ്ഞല്ലോ കാർത്തിക. അപ്പോൾ നമ്മളെ മുഖം കാണുന്നില്ലല്ലേ, സാറില്ല നമുക്കത് കെട്ടാൻ പോരല്ലോ. അങ്ങനെ എത്താനാകുമ്പോൾ അറിയോ എനിക്ക് ബേജാറാണ് സാബ്, എത്താനായാലും പറഞ്ഞിട്ട് അവള് ഇങ്ങനെ കുറേ അവൻ്റെ ഷോൾഡറിലൊക്കെ ഉമ്മയ്ക്ക് എത്താനാകുമ്പോൾ അറിയാം ഞാനൊന്ന് കടിക്കട്ടെ പറഞ്ഞിട്ട് അവൻ്റെ ഇവിടെ അങ്ങനെ ഒരു കടിയടിക്കും. എന്താ പറയാ, ഇപ്പം പറയാം അവിടെ അടയാളം ഉണ്ടാവോ ശാലിനി, അടയാളം വേണമെങ്കിൽ ഒന്നും കൂടി കടിക്കാറ്. അവർ നീ എത്ര മുറിവേറ്റ് കടിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എൻ്റെ കുഞ്ഞിക്കൈക്ക് കടിച്ച അടയാളം എപ്പോഴും ഇല്ലേ, അങ്ങനെയൊന്നും വരൂലല്ലോ, ഞാനൊരു ദുഷ്ടനായിപ്പോയില്ലേ ശാലിനി. അങ്ങനെ പറയരുത് സാബു അങ്ങനെ അന്ന് അതൊക്കെ ചെയ്യുമ്പോൾ സാബുനിക്ക് ഇഷ്ടേനി, അന്ന് തൊട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന സാബുന് ആണല്ലോ ശാലിനി. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നൊക്കെ അവൻ പറയട്ടെ. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി മാറി ഇറങ്ങാനായപ്പോൾ സങ്കടം വരുള്ളൂ, എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കൂട്ടോ. അപ്പം പറക്കാരി ഇന്ന് വേണ്ട, ഈ എന്നോട് പറഞ്ഞാൽ എൻ്റെ ഞാൻ ഇട്ട മോതിരിട്ടിപ്പോൾ എനിക്ക് സങ്കടമാണ്, നമ്മൾ ഉണ്ണേട്ട വന്നിട്ട് ടാറ്റ വൈകിട്ടോ, ഇനി ബാക്കി നാളെ പറയാം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, അവർ മാറി കയറിയിട്ട് ഒരു വീട്ടിലെത്തുന്ന ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഇവർ കുറേ നല്ല നിമിഷങ്ങളൊക്കെ സാബു ശാലിനിക്ക് കൊടുത്തിട്ട് അവർ ബസ് മാറി കയറിയപ്പോൾ പിന്നെ ബാക്കിൽ ശാലിനിയോളം ഒപ്പരയിരുന്ന് അവർക്ക് പിന്നെ ഒന്നും പറയാനൊന്നും പറ്റിയില്ല. അവിടെ എത്താറാവുമ്പോൾ നമ്മൾ സാബുവിനോട് ചോദിക്കും, സാബു പിന്നെ എപ്പോഴാണ് പോവുക, എനിക്ക് കാണുന്ന സാബു പോകണത് റെഡി രാത്രി അവിടെ, ഞാൻ എങ്ങനെ കാണാനാ, എന്നോട് പോട്ടയം പറഞ്ഞിട്ട് പോകണം സാബു, എങ്ങനെയെങ്കിലും എന്നോട് പോട്ടയം പറഞ്ഞിട്ട് പോകണം സാബു. ഇനി ഓരോ ദിവസവും ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണ് സാബുവിനെ കാണണം. അങ്ങനെ വാശി പിടിക്കല്ലേ ശാലിനി, നമ്മൾ രാത്രി പോകണമല്ലേ, കാണാൻ പറ്റും, എല്ലാ പ്രാവശ്യം കാണാണ്ട് പോകണമായിരിക്കും, എന്നെ കാണാണ്ട് ഇതിൻ്റെ വീട്ടിൽ വന്നിട്ടെങ്കിലും കണ്ടിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടോളൂ. അന്ന് നടക്കൂല കേട്ടോ ശാലിനി. അവൻ പറയും നോക്കട്ടെടി, എന്നാൽ ശരി നോക്കാം എന്ന് പറയും. അപ്പം 4-4:30 ആകുമ്പോഴത്തേന് ഇവർ വീട്ടിലെത്തോട്ടാ. അങ്ങനെ ബസ് ഇറങ്ങി ഇവർ 3 കൂടി ഒപ്പര പോയി കാർത്തികൻ്റെ വീട്ടിലേക്ക് പോയി. മോറ്റനും ശാലിനും ഒപ്പരം വീട്ടിലെത്തി. അച്ഛനും ഏട്ടന്മാരൊന്നും ഉണ്ടാവില്ല, അമ്മ മാത്രമായിരിക്കും. പ്രത്യേകിച്ച് ഒരു സംഭവം നടക്കാണ്ട് അവർ ഒരു പിടിക്കപ്പെടുകയൊന്നും ചെയ്യാണ്ട് അവർ ആ ദിവസം നല്ല എൻജോയ് ചെയ്ത് ഒരു വീട്ടിലെത്തി. മേല് കഴുകി ശാലിനി സുന്ദരി കുട്ടിയായിട്ട് കുറേ ഓർക്കാൻ കുറേ നല്ല നിമിഷങ്ങളൊക്കെ സാബു സമ്മാനിച്ച് അവളത് ഓർത്തിരിക്കണം. അപ്പോൾ ബാക്കി ഭാഗം നാളെ കേട്ടോ. അപ്പോൾ ഈ പുതുവത്സര ദിനാണ് ഇന്ന്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഐശ്വര്യപ്രദമായ ഗുഡ് നൈറ്റും നല്ല സ്വപ്നങ്ങളായി കണ്ടിട്ട് ഉറങ്ങുക, നല്ല സ്വപ്നങ്ങൾ കാണുക, നല്ല പുലരിക്കായി കാത്തിരിക്കുക. നല്ല ദിവസങ്ങളായിരിക്കട്ടെ നിങ്ങളെ ദിവസങ്ങൾ, നല്ലത് മാത്രം നിങ്ങളെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ടാറ്റ, ലവ് യു. കട്ടിലിരുന്നിട്ടാട്ടോ പറയണത്, മുഖമൊന്നും കാണൂല അത്.